بسم الله الرحمن الرحيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا ألم تر إلى الذين يزعمون أنهم آمنوا بما أنزل إليك وما أنزل من قبلك يريدون. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين وتابعين وتابع التابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. وأن هذا صراطي مستقيما وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. മന്യ സഹോദര സഹോദരിമാരെ, മദീനവാസികളായ സദസ്യരെ, ശ്രോതാക്കളെ, നാം ഓരോരുത്തരും, ഞാനടക്കമുള്ള നാം ഓരോരുത്തരും റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിനെ, അർശിൻ്റെ സിംഹാസനത്തിൻ്റെ അർശിൻ്റെ ഉടമയെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി, ദാസികളായി, അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി വർത്തിച്ചു കൊണ്ടേയിരിക്കുക. അതിന് അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഉപദേശങ്ങളിൽ നിന്ന് ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങളെ പകർത്താനും ശ്രദ്ധ ചെലുത്തുക. അതിനും റബ്ബ് നമ്മെ സഹായിക്കട്ടെ. 5 വക്ത് നമസ്കാരം അതാതിൻ്റെ സമയത്ത് തന്നെ ജമാഅത്തോടു കൂടി പള്ളിയിൽ വെച്ചിട്ട് തന്നെ നമസ്കരിക്കൽ നമ്മിൽ നിന്നുള്ള പുരുഷന്മാരുടെ നിർബന്ധ ബാധ്യതയാണ് എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് ഓർത്തുകൊണ്ട് കൃത്യസമയത്ത് തന്നെ പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിക്കാൻ നാം പാടുപെടുക. അതിനും അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. അപ്രകാരം കൃത്യസമയത്ത് തന്നെ വഖ്തിൽ തന്നെ നമസ്കരിക്കുകയും ഇസ്ലാമിക പർദയിൽ ഒതുങ്ങിക്കൂടി റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നവരിൽ നമ്മിൽ നിന്നുള്ള സ്ത്രീകളും ഉൾക്കൊള്ളുക. അതിനും റബ്ബ് സഹായിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ
ഇമാം ചർച്ച ചെയ്തതായ സബ്ജക്റ്റ് ഷെയ്ഖ് സാലിഹ് ഇബ്നു ഹുമയ്യിദാണ് ഖുതുബ ഓതിയത്. അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം എല്ലാവർക്കും പരിചയമുള്ള വിഷയമാണ് എങ്കിലും ഓർമ്മ പുതുക്കാൻ വേണ്ടി ഉണർത്തേണ്ടിയിരിക്കുന്നു. അത് നാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പിന്തുടർച്ച കൈക്കൊള്ളേണ്ടത് ഏത് രൂപത്തിലാണ്, ഏത് ശൈലിയിലാണ്, അതിൻ്റെ പേരാണ് ഇത്തിബാഅ് എന്നത്. ഇത്തിബാഅ് എന്ന ആ പദത്തെ ചൊല്ലി ഇതേ സദസ്സിൽ വെച്ചിട്ട് തന്നെ പല തവണ ഇവൻ ക്ലാസ് എടുത്തതായി ഓർക്കുന്നുണ്ട്. ഇത്തിബാഅ് എന്നത് ഇബ്തിദാഇൻ്റെ നേരെ വിപരീതവും ആണ്. ഇത്തിബാഅ് എന്ന് പറഞ്ഞാൽ ശരിക്ക് പിന്തുടർച്ച കൈകൊള്ളുക എന്നതാണ്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ ഭൂമിയിൽ മക്കയിലാവട്ടെ മദീനയിലാവട്ടെ താമസിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അലീമിനെ ഇറക്കിയതോടൊപ്പം ആ ഫുർഖാൻ അലീം മാത്രം പോരാ, മറിച്ച് ആ ഫുർഖാൻ അലീമിൻ്റെ വിശദാംശം പ്രവർത്തനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിലൂടെ തർബീയത്തിലൂടെ ഇവിടെ ഗ്രഹിക്കേണ്ട ഒരു വിഭാഗം ജീവിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്നതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതായ ശൈലി വഅൻസൽനാ ഇലൈക ദിക്റ, എന്തിനാണ് ദൂതരെ നിങ്ങൾക്ക് നാം ഖുർആനിനെ ഇറക്കാൻ കാരണം, നിങ്ങൾക്ക് ഞാൻ ഖുർആനിനെ ഇറക്കാൻ കാരണം ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, അവരിലേക്ക് ഇറങ്ങിയതായ ഖുർആനിനെ നിങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉണ്ടാവൽ അനിവാര്യമാണ്. കാരണം ഖുർആനിനെ വിശദീകരിക്കാൻ ഒരാൾ വേണം, ഖുർആനിനെ പഠിപ്പിച്ചു തരാൻ ഒരാൾ വേണം, ഖുർആനിൻ്റെ ആ ശൈലി ഇവിടെ എത്തിച്ചു തരാൻ നമ്മുടെ ഇനത്തിൽപ്പെട്ട നമ്മുടെ വർഗത്തിൽപ്പെട്ട ഒരാൾ വേണം. മലക്കുകളെ കൊണ്ടത് പറ്റൂല. മലക്കുകളും നാമുമായിട്ട് ഒരു ടച്ചോ ബന്ധമോ ഇല്ല. അത് നബിമാരിലേക്ക് വഹി ഇറക്കാൻ വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്തതായ മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് വരുന്നതും എന്നിട്ട് റസൂലിന് വഹി ഇറക്കി കൊടുക്കുന്നതും അത് ഉൾക്കൊള്ളാനുള്ള അത് മനസ്സിലാക്കാനുള്ള കഴിവും കൽപ്പും റബ്ബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും അതുപോലെ നബിമാർക്കും നൽകിയിട്ടുണ്ട്. മനുഷ്യന്മാർ അങ്ങനെയല്ല. നബിമാരെ മലക്കുകളെ പോലോത്തവരാണ് നിങ്ങൾ, അഥവാ നിങ്ങൾ മലക്കുകളാണ്, അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കുന്നവർ മലക്കുകളാണ് എങ്കിൽ നാം ആകാശത്തിൽ നിന്നിട്ട് നബിമാരായിട്ട് മലക്കുകളെ അയച്ചിരുന്നേനെ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മലക്കുകളെ അയക്കാത്തത് ദൂതരായിട്ട്? ഇവിടെ ജീവിക്കുന്നവർ മനുഷ്യന്മാരാണ് എന്നതുകൊണ്ടാണ്. മനുഷ്യന്മാർ പറഞ്ഞു കൊടുക്കണം, മനുഷ്യന്മാർ വിശദീകരിച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ചെറിയ എൻ്റെ ശൈലിയിൽ ചോറ് തിന്ന ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ഇറക്കിയെങ്കിലും ആ ഇറക്കിയ ഗ്രന്ഥത്തെ നമുക്ക് മനസ്സിലാക്കി തരാൻ, അതിൻ്റെ വിശദീകരണം പഠിപ്പിച്ചു തരാൻ ആര് വേണ്ടി വരും? ദൂതരുടെ, നബിയുടെ ആവശ്യമുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. അവർ ഇവിടെ ദഅവത്ത് നടത്തിയിട്ടുണ്ട്. അവരാണ് മുഹമ്മദ് ഇബ്നു അബ്ദില്ല എന്നീ കാര്യങ്ങൾ വിശ്വസിക്കലാണ് മൂമിനിൻ്റെ ബാധ്യത. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ ശേഷം മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പദം നാം ചൊല്ലുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ മുഹമ്മദ് ആരാണ് എന്നത് പഠിക്കണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് പഠിപ്പിക്കണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല ശൈലിയിൽ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഭാഗമാണ് ഇൻ അലൈക ഇല്ലൽ ബലാഗ്. എത്തിച്ചു കൊടുക്കുക എന്നത് നിങ്ങളുടെ ബാധ്യതയാണ്. അല്ലാഹ് അവർക്ക് ഇറക്കിക്കൊടുത്ത ഖുർആനിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതാരുടെ ഡ്യൂട്ടിയാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഇത്തിബാ ആണ് ഖുർആനിൽ ദശക്കണക്കിൽ പ്രാവശ്യം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 37ഓളം തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല മടക്കി പിന്തുടർച്ച കൈകൊള്ളാൻ വേണ്ടി കേൾപ്പിക്കുന്നത്. ഖുർആനിൻ്റെ പിന്നിൽ, റസൂലുള്ളാഹിൻ്റെ പിന്നിൽ, നബിമാരുടെ പിന്നിൽ, മുൻഗാമികളുടെ പിന്നിൽ, ഇവരുടെ പിന്നിലെല്ലാം നാം അണിനിരക്കണം. അതാണ് ഇത്തിബാ. അതാണ് ഇന്ന് മക്ക ഇമാം ഉണർത്തിയതായ വിഷയം. ഇത്തിബാഉർ റസൂല് അനിവാര്യമാണ്, നിർബന്ധമാണ്, അത്യാവശ്യമാണ് എന്നത്. ഈ ഇത്തിബാഉർ റസൂല് വേണ്ട എന്ന് പറയുന്നവരാണ് യഥാർത്ഥത്തിൽ ആര്? ഹദീസ് നിഷേധികളായ കാഫിരീങ്ങൾ, ഹദീസ് നിഷേധികളായ മുർത്തദ്ദുകൾ, ഹദീസ് നിഷേധികളായ ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന വിഭാഗം. അള്ളാഹു അവരെ ഹിദായത്തിലേക്ക് നയിക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. ഹദീസ് നിഷേധികളായ ഖുർആനിസ്റ്റ് എന്ന് പറയുന്ന ഖുർആൻ നിഷേധികൾ യഥാർത്ഥത്തിൽ അള്ളാഹിനെ പഠിക്കാൻ അവർക്ക് സാധിക്കൂല. അള്ളാഹുവിൻ്റെ കഴിവ് കൽപ്പ് പഠിക്കാൻ, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ പഠിക്കാൻ, അള്ളാഹുവിൻ്റെ അഫ്ആലുകൾ പഠിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ, തൗഹീദുൽ ഉലൂഹിയ്യത്ത് പഠിക്കാൻ, തൗഹീദുർ റുബൂബിയ്യത്ത് പഠിക്കാൻ, തൗഹീദുൽ അസ്മാ വ സിഫാത്ത് പഠിക്കാൻ ഇതൊന്നും സാധിക്കുകയില്ല പരിപൂർണമായി. ആർക്കല്ലാതെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ട് വിശ്വസിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പിന്തുടർച്ച കൈകൊള്ളലാണ്, അവർ കൊണ്ടുവന്നത് ഏറ്റെടുക്കലാണ്, അവരുടെ പിന്നിൽ അണിനിരക്കലാണ് എന്നത് വിശ്വസിക്കാത്ത കാലത്തോളം. വളരെ ക്ലിയറായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പതുക്കെ പറയുന്നത്. ഇത് വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. നാം ഇവിടെ കഥ കേട്ട് പോയാൽ പോരാ. കുറേ സമയം ക്ലാസ് കേട്ട് പോകൽ, വെള്ളിയാഴ്ചയല്ലേ, ഫ്രീ ദിവസമല്ലേ, നമുക്ക് പട്ടണത്തിൽ കറങ്ങുന്നതിന് പകരം പള്ളിയിലിരിക്കാമെന്ന് വിചാരിച്ചിട്ടല്ല നിങ്ങളും ഞാനും ഇവിടെ വന്നത്. മറിച്ച് നാം നമ്മുടെ മതത്തിൻ്റെ ആധികാരികത മതത്തിനെ കുറിച്ച് ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി നാം നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കുള്ള ശത്രുക്കൾ ധാരാളമാണ്. ഇപ്പോൾ മദീനയിൽ കാണുന്ന ശത്രുക്കളെക്കാളും കൂടുതൽ ശത്രുക്കൾ നാട്ടിലുണ്ട്. മദീനയിൽ ഒരു പക്ഷേ ലോകത്തിന് നാനാതുറകളിൽ നിന്നിട്ട് വന്നുകൂടിയതായ പല സൈസിലുള്ള ചിന്താഗതിക്കാരുണ്ടാവാം, പല സൈസിലുള്ള വിദഅത്ത് ചെയ്യുന്നവരുണ്ടാവാം. എന്നാൽ അതിനേക്കാളെല്ലാം കൂടുതലായിട്ട് നമുക്ക് ശത്രുക്കളെ നേരിടേണ്ടി വരുന്നുണ്ട് നാട്ടിലേക്ക് എത്തുമ്പോൾ. നാട്ടിൽ നാം കാണുന്നതായ ഇനങ്ങളും വകുപ്പുകളും പരിശോധിച്ചാൽ എണ്ണിത്തീർക്കാൻ പറ്റാത്തതാണ്. നമുക്കറിയാവുന്നതുപോലെ ഹിന്ദുക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുദൈവ വിശ്വാസികൾക്ക് 2600-ൽ പരം ഗ്രൂപ്പ്സുകളുണ്ട്. എത്ര? 2600-ൽ പരം ഗ്രൂപ്പ്സുകളുണ്ട്, പാർട്ടികളുണ്ട് അവരുടെ ഇടയിൽ. അപ്രകാരം തന്നെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരുടെ ഇടയിൽ, മുസ്ലിങ്ങളിലേക്ക് ചേർത്ത് പറയുന്നവരിൽ ധാരാളം ഇനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽപ്പെട്ടവർ തന്നെയാണ് കാഫിരീങ്ങളായ മുർത്തദ്ദുകളായ ഖാദിയാനികൾ. അവർ മുസ്ലിങ്ങളുടെ ലിസ്റ്റിലാണ് എണ്ണപ്പെടാറുള്ളത്. അത് മറ്റുള്ളവർ പറയാറുള്ളത്, മുസ്ലിങ്ങളല്ലാത്തവർ പറയാറുള്ളത് അവർ മുസ്ലിങ്ങളല്ലേ എന്നതാണ്. നാം അവരെ കാഫിരീങ്ങളാണെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ഇനത്തിൽ മറ്റുള്ളവർ പെടുത്തുന്ന വിഭാഗമാണ് ആര്? ഖുർആനിസ്റ്റുകളായ, ഖുർആൻ നിഷേധികളായ, ഹദീസും ഖുർആനും അംഗീകരിക്കാത്തവർ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള വിഭാഗത്തെ നമുക്ക് നേരിടേണ്ടി വരുന്നു. അപ്പോൾ കാഫിരീങ്ങളെ വേറെ, മുനാഫിഖീങ്ങളെ വേറെ, അതിനു പുറമെ ഖുർആനിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഖുർആൻ നിഷേധികൾ, ഹദീസ് നിഷേധികളെ വേറെ, ഖാദിയാനികളെ വേറെ, ഷിയാക്കൾ എന്ന് പറയുന്നതായ അഹ്ലുബൈത്തിനെ അമിതമായി ആദരിച്ചിട്ട് ശിർക്ക് ചെയ്തുകൊണ്ട് ഗേറ്റ് ഔട്ടായി പോയതായ വിഭാഗമാകുന്ന ഒരു വിഭാഗം അത് വേറെ, മിതമായ രൂപത്തിൽ സ്നേഹിക്കുന്നവർ വേറെ. അപ്രകാരം തന്നെ മുസ്ലിങ്ങളുടെ അണിയിൽപ്പെട്ടതായ, മുസ്ലിങ്ങളുടെ ഇനത്തിൽപ്പെട്ടതായ വിഭാഗത്തിൽ തന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്നിട്ട് അറിഞ്ഞിട്ടോ അറിയാതെയോ ദൂരപ്പെട്ടു പോകുന്ന വിഭാഗം. അങ്ങനെ പല വകുപ്പുകളെ നേരിടേണ്ടി വരുന്നു. കേരളത്തിലോ മംഗലാപുരത്തോ മൈസൂറിലോ മറ്റേത് നാടുകളിലോ ഇന്ത്യയിൽ ജീവിക്കുന്നതായ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമുക്കെന്ത് വേണ്ടി വരുന്നു? ഈ വിഭാഗത്തെക്കുറിച്ച് പ്രതിരോധം എന്തേ നിങ്ങൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹുവിനെ നാം പരിചയപ്പെടുത്താറുണ്ടല്ലോ. ചരിത്രത്തിന് തെളിവിലൂടെയാണ് പ്രൈവറ്റ് സെക്രട്ടറി എന്ന് നാം പറയുന്നത്. അഥവാ രഹസ്യ വാർത്തകൾ റസൂല് പറയാറുള്ള ആളാരാണ്? ആരോട്? ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറയുന്നു, ശർറ് ആണ് ഞാൻ അന്വേഷിക്കുകയെന്ന്. ഇത് അറഫ്തു ശർറ ലാ ലിശ്ശർരി വലാകിൻ ലിതവഖീഹി വമൻ ലാ യഅരിഫു ശർറ ജദീറുൻ അൻ യഖഅ ഫീഹി. അറഫ്തു ശർറ ലാ ലിശ്ശർരി, ഞാൻ ശർറ് എന്താണെന്ന് പഠിക്കുന്നു, തിന്മ എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഷർറ് ഖൈർ ഇതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ അധികം ഷർറിനെ കുറിച്ചാണ് റസൂലുള്ളാഹിനോട് ചോദിക്കാറുള്ളത്. ജനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖൈറിനെ കുറിച്ച് ചോദിക്കുന്നു. ഞാൻ അപകടത്തെക്കുറിച്ചും വിപത്തുകളെക്കുറിച്ചും വരാൻ പോകുന്നതായ പ്രയാസങ്ങളെക്കുറിച്ചും ഞാൻ ചോദിക്കുന്നു. എന്തിനാണ് ഞാൻ ഷർറിനെ കുറിച്ച് ചോദിക്കുന്നത്? അതിൽ നിന്നിട്ട് രക്ഷ പ്രാപിക്കാനാണ്, അതിന് പ്രതിരോധ വകുപ്പുണ്ടാക്കാനാണ്, അത് നമുക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയാണ്, അതിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. അത് മഹാ അപകടമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരാൾ മുസ്ലിമാവലല്ല മുഖ്യം, ഒരാൾ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടലല്ല മുഖ്യം, മറിച്ച് മരണം വരെ ആ ഇസ്ലാമിൽ ഉറച്ച് ജീവിക്കലാണ് മുഖ്യം. മരണം വരെ ആ ഇസ്ലാമിൽ ഉറച്ച് ജീവിക്കലാണ് മുഖ്യം. അപ്പോൾ എന്ത് വേണ്ടി വരും? കവി പറഞ്ഞതുപോലെ അറഫ്തു ശർറ ലാ ലിശ്ശർരി വലാകിൻ ലിതവഖീഹി വമൻ ലാ യഅരിഫു ശർറ ജദീറുൻ അൻ യഖഅ ഫീഹി. ശർറ് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഷർറിൽ പെട്ടുപോകും. അതാണ് സംഭവിച്ചത്. ക്ലാസ് കേട്ടവരാവട്ടെ കേൾക്കാത്തവരാവട്ടെ, ദീനുമായി ബന്ധമുള്ള ആളാണെന്ന് പേറിപ്പാടി നടക്കുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ, പലരും മൂന്നോക്തുകാരുടെ കൂടെ കൂടുന്നു, പലരും ഹദീസ് നിഷേധികളായി മാറുന്നു, പലതും ഹദീസുകൾ മുഴുവൻ നിഷേധിക്കുന്നില്ലെങ്കിൽ ഹദീസിൽ അവരുടെ ബുദ്ധിക്ക് യോജിക്കാത്തത് തള്ളുന്നവരായി മാറുന്നു. അതൊക്കെ ഇന്ന് മക്ക ഇമാമ് സൂചിപ്പിച്ച ഇത്തിബാഇ എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മദീന ഇമാം ഇത്തിബാഉ റസൂൽ നേടിയവർക്ക് ഡോക്ടർ അബ്ദുൽ മുഹസിൻ അൽ ഖാസിമിന്റെ പ്രസംഗത്തിൽ സ്വർഗത്തിലുള്ള നേട്ടങ്ങളും സ്വർഗത്തിലെ കൂട്ടത്തോടു കൂടി 70,000 പേര് പോകുന്ന പോക്കുകളും ഒക്കെ നിങ്ങൾ നേരിട്ട് കേട്ട ഹദീസാണ്. അതുപോലെ തന്നെ ഖുത്ബയാണത്. എന്നാൽ മക്ക ഇമാമ് അതിൻ്റെ മറ്റൊരു ശൈലിയാണ് അവിടെ വിശദീകരിക്കപ്പെട്ടത്. അതാണ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നതും ആയ ഭാഗം. ആദ്യമായിട്ട് സഹോദര സഹോദരിമാരെ ശ്രദ്ധിക്കുക. അപ്പോൾ നാം പറഞ്ഞതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലുള്ള വിശ്വാസം, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് ഒരാൾ അംഗീകരിച്ച ആളായി മാറണമെങ്കിൽ, അഥവാ തൗഹീദ് ഉൾക്കൊണ്ട ആളായി മാറണമെങ്കിൽ എന്ത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതായ അവരുടെ നാവ് കൊണ്ട് പറയുന്നത് എന്താവട്ടെ, ഖുർആനാവട്ടെ സുന്നത്താവട്ടെ, ഖുർആനിൻ്റെ പദമാവട്ടെ ആയത്താവട്ടെ അല്ലെങ്കിൽ ഹദീസിൻ്റെ പദങ്ങളാവട്ടെ, ഏതായിരുന്നാലും അത് റസൂല് എല്ലാ നിലക്കും മാ യന്തിഖു അനിൽ ഹവാ, ദീനിൻ്റെ കാര്യത്തിൽ ഇഷ്ടാനുസരണം പറയുന്നതല്ല. ഇഷ്ടാനുസരണം പറയുന്നതല്ല. പിന്നെയോ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അല്ലാഹുവിൽ നിന്നിട്ട് ഇറങ്ങുന്ന വഹയ്യാണ് ദീനിന്റെ കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത്. ഈ ആയത്ത് ഖുർആനിന് മാത്രം ബാധകമല്ല. കാരണം റസൂൽ പറയുന്ന നുത്ഖ് എന്ന പദം ആമാണ്. റസൂൽ വല്ലതും ഉച്ചരിച്ചാൽ എന്താണ്? ഖുർആൻ മാത്രമാണ് റസൂൽ ഉച്ചരിക്കൽ. റസൂൽ മദീനത്തും മക്കത്തും ജീവിച്ച കാലഘട്ടത്തിൽ ഖുർആൻ അല്ലാതെ മറ്റൊന്നും സംസാരിച്ചിട്ടില്ലേ? അപ്പോൾ ഈ ഖുർആനിസ്റ്റുകാർ പറയുന്നതനുസരിച്ചിട്ട്, അഥവാ ഖുർആൻ നിഷേധികളായ മുർത്തദ്ദുകൾ അവർ പറയുന്നതനുസരിച്ചിട്ട് എന്ത് വേണ്ടി വരും? റസൂല് ഖുർആൻ അല്ലാതെ സംസാരിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും അല്ലേ? അതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് സംസാരിക്കുകയാണെങ്കിൽ അത് ദീനിന്റെ കാര്യമാണെങ്കിൽ അതെന്താണ്? അത് വഹ്യാണ്. അതെന്താണ്? വഹ്യാണ്. അപ്പോൾ അത് അംഗീകരിക്കൽ എന്തായി? നമ്മുടെ
ബാധ്യതയായി നിർബന്ധമായി മാറി. മനസ്സിലായില്ലേ? അതാണ് ഇന്ന് മക്ക ഇമാമ ഇത്തിബാഉർ റസൂലി എന്ന ആ സബ്ജക്റ്റ് ചർച്ച ചെയ്തപ്പോൾ വളരെ വിശദമായി ഊന്നിപ്പറഞ്ഞതായ കാര്യം നബിയുടെ പിന്നിൽ അണിനിരക്കൽ നിർബന്ധമാണ്. അള്ളാഹു പറയുന്ന ശരി കേൾക്കുക. ثم جعلناك على شريعة من الأمر فاتبعها. നിങ്ങൾക്ക് നാം മുഹമ്മദെ ഇറക്കി തരികയുണ്ടായി ശരീഅത്തിനെ. മറ്റു നബിമാർക്കെല്ലാം നിയമാവലികളും എല്ലാ ഉമ്മത്തുകൾക്കും മൻസക്കുണ്ടും നാസിക്കും അതിൻ്റെ പിന്നെ അവർ കൂടുന്നുമുണ്ട്. അങ്ങനെ ഓരോ വിഭാഗത്തിനും മൻസക്കുകളുണ്ട്. അവർ ചെലിക്കേണ്ട റൂട്ടുകൾ നാം വരഞ്ഞിട്ടുണ്ട്. അത് പഠിപ്പിച്ചു കൊടുക്കാൻ നബിമാരെ അയച്ചിട്ടുണ്ട്, ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. അതോടൊപ്പം സുമ്മ ജാൽനാക പിന്നെ നാം നിങ്ങളെ എന്താക്കി അലാ ശരീഅത്തിൻ ഒരു ശരീഅത്തിന് പിൻ നിങ്ങളെ നടക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഫത്തബിഅഹ നിങ്ങൾ അതിനെ മാത്രമാണ് പിൻപറ്റേണ്ടത്. സുമ്മ ജഅൽനാക അലാ ശരീഅത്തി മിനൽ അംരി ഫത്തബിഅഹ വലാ തത്തബിഅ അഹ്വാ അല്ലദീന ലാ യുമിനു ലാ യഅലമൂൻ. അറിവില്ലാത്തവർ കൊണ്ടുവന്നതായ ദേഹ ഇച്ഛയിലേക്ക്, തോന്നിവാസത്തിലേക്ക്, സ്വ ഇഷ്ടാനുസരണം ഉണ്ടാക്കുന്നതായ നിയമാവലികളിലേക്ക്, സ്വ ഇഷ്ടാനുസരണം പറയുന്നതായ ദേഹ ഇച്ഛയിൽ നിന്ന് ഉടലെടുക്കുന്നതായ വാക്കുകളിലേക്ക്. അപ്പോൾ നാം പറയാറുള്ളത് പോലെ കുളിപ്പിച്ച് കുട്ടിയില്ലാതെയായി മാറുന്നതാണ് കാണുന്നത്. അതെ, നമ്മുടെ ക്ലാസ് മെമ്പർമാരും അല്ലാത്തവരൊക്കെ കുടുംബ മെമ്പർമാരിൽ നിന്നിട്ട് പെട്ട നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ നിന്നിട്ട് പലരുടെയും കുടുംബ മെമ്പർമാർ ദൂരം പോകേണ്ടതില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മഹാശത്രുക്കളെ നേരിടേണ്ടി വരുന്നു. കുടുംബ മെമ്പർമാര് ഇസ്ലാമിൽ നിന്നിട്ട് ഗേറ്റ് ഔട്ട് ആകുകയാണ്. എന്ത്? ഹദീസ് നിഷേധികളായി, എന്ത്? ഖുർആനിസ്റ്റുകളായി. അങ്ങനെ നാം ഖേദ വാർത്തകളും ദുഃഖ വാർത്തകളും കേൾക്കുമ്പോൾ നമുക്ക് ബാധ്യത വർദ്ധിച്ചു വരുന്നു, നമ്മുടെ ബാധ്യത കൂടി വരുന്നു. നാം മദീനയിൽ താമസിക്കാണല്ലോ, നമുക്കെന്തേ ജലങ്ങൾ കാട്ടും പോലെ കാട്ടട്ടെ, എനക്കും നിനക്കുമല്ല പല മാലോർക്കുമെന്ന് പറയാനുള്ളതല്ല മതം. മതം എല്ലാവർക്കും വേണ്ടി ഇറങ്ങിയതാണ്. ഈ എല്ലാവർക്കും വേണ്ടി ഇറങ്ങിയ മതത്തിൽ ഓരോ ആൾക്കാരുടെ ബാധ്യത അവനവൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് കൂടുകയും കുറയുകയും ചെയ്യുന്നു. നിങ്ങളുടെ ബാധ്യത വർദ്ധിക്കുന്നു. എന്തുകൊണ്ട്? നിങ്ങൾക്കല്ല മക്കയിൽ വരാൻ ചാൻസ് നൽകി, മദീനയിൽ വരാൻ ചാൻസ് നൽകി, ഇവിടെ താമസിക്കാൻ ചാൻസ് നൽകി, ക്ലാസ് കേൾക്കാൻ ചാൻസ് നൽകി. ഇതെല്ലാം അള്ളാഹ് ചെയ്യുന്ന അനുഗ്രഹമല്ലേ? ഈ അനുഗ്രഹത്തിന് തോതനുസരിച്ചിട്ട് ടാക്സ് അടക്കണം റബ്ബിന്റെ മുമ്പിൽ. അതിനെന്ത് വേണം? ശരിക്കും പഠിച്ചിരിക്കണം, ഉൾക്കൊണ്ടുകൊണ്ടിരിക്കണം. ഇവിടെ താമസിക്കുന്ന കാലഘട്ടങ്ങളിൽ എത്ര ടൈം ആയിരുന്നാലും വിരോധമില്ല. അവനവന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, അവനവന്റെ വിദ്യാഭ്യാസം അനുസരിച്ചിട്ട് ഹറമിലുള്ള ക്ലാസ്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ അങ്ങനെ, പണ്ഡിതന്മാരെ സമീപിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവരവർക്ക് അറിയുന്നതായ ഭാഷയിലുള്ളതായ ക്ലാസ്സുകൾ കേട്ടിട്ടാണെങ്കിൽ അങ്ങനെ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. മംഗലാവരക്കാരായ സുഹൃത്തുക്കൾ, അവർക്ക് മലയാളം പരിപൂർണമായി അറിയുന്നില്ലെങ്കിലും സത്യം പഠിക്കണമെന്ന നിർബന്ധം പുലർത്തിയും കൊണ്ട് നമ്മുടെ സദസ്സിൽ പങ്കെടുക്കുന്നു. അത് മഹാഭാഗ്യമാണ്, മഹാനേട്ടമാണ്, മഹാ ഉത്തരവാദിത്വ ബോധം സ്ഥിരീകരിക്കുന്ന ഭാഗമാണ്. അതിൽ നമുക്ക് അഭിനന്ദനമുണ്ട്, അഭിനന്ദിക്കുന്നുണ്ട് അവരെ എന്ന് ഞാൻ ഉണർത്തുന്നു പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ബാധ്യത മനസ്സിലാക്കിയിട്ട് തന്നെ ഖുർആനിസ്റ്റിനോട് സംസാരിക്കാൻ, അഥവാ ഖുർആൻ നിഷേധികൾ, അതിൻ്റെ അർത്ഥം അങ്ങനെ അല്ലെങ്കിലും അങ്ങനെയാണ് അർത്ഥം. എന്തുകൊണ്ട്? ഖുർആൻ നിഷേധികളാണ് ഹദീസ് നിഷേധികൾ. ഹദീസ് നിഷേധികൾ എന്താണ്? ഖുർആൻ നിഷേധികളാണ്. എന്തുകൊണ്ട്? ഹദീസിൻ്റെ പ്രധാനമായ ഖുർആനിൻ്റെ പ്രധാനമായ ഭാഗമാണ് എന്ത്? മാ നഹാകും അൻഹു ഫന്തഹു. നിങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കുന്നത് മാ ആതാകുമുർ റസൂലു ഫഖുദു. റസൂൽ വല്ലത് നിങ്ങൾ കൊണ്ടുവന്നാൽ അത് നിങ്ങൾ പിടിക്കുക. റസൂൽ കൊണ്ടുവന്നത് ഖുർആൻ മാത്രമാണോ? റസൂൽ ഇങ്ങനെ ഖുർആൻ ഖുർആൻ കൈ പിടിച്ച് ഇങ്ങനെ ഇരിക്കുക, അങ്ങനെയാ കാട്ടിയത്? റസൂൽ മറ്റൊന്നും ചെയ്തിട്ടില്ലേ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ ദൂതരിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. അള്ളാന്റെ ദൂതരിൽ മാതൃക അവർ കൊണ്ടുവന്ന ഖുർആനിനെ മാത്രം നാം പഠിക്കുക എന്നതാണോ? അല്ല, മറിച്ച് ഖുർആന്റെ വിശദീകരണം റബ്ബ് പറയുന്നു. വഅൻസൽനാ ഇലൈക ദിക്റ. നിങ്ങൾക്ക് എന്തിനാണ് നാം ഖുർആൻ ഇറക്കിയത്? ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. അവരിലേക്ക് ഇറങ്ങിയതായ ഖുർആനിനെ നിങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കണം. അപ്പോൾ റസൂലെ വിവരിച്ചു കൊടുക്കേണ്ടത്. എല്ലാം സൃഷ്ടികൾക്ക് ഒറ്റ നോട്ടത്തിൽ വായിച്ചാൽ അറിഞ്ഞോളണമെന്നില്ല. അറിയാത്ത ഭാഗങ്ങൾ ആർക്ക് വരെ ഉണ്ടായി? അബൂബക്കർ സിദ്ദീഖിന് വരെ ഉണ്ടായി. അബ്ബിന്റെ മാന ചോദിച്ചില്ല അബൂബക്കറിനോടും ഉമറിനോടും. എന്താ മറുപടി പറഞ്ഞത്? എന്താ മറുപടി പറഞ്ഞത്? ആകാശത്തിന്റെ തണലിൽ താമസിക്കാനോ ഭൂമിയുടെ മീതെ നടക്കാനോ
എനിക്ക് സാധിക്കുന്നതല്ല, എനിക്ക് അധികാരമില്ല. ലൗ ഖുൽതു ഫീ കിതാബില്ലാഹി മാ ലാ അഅലം, അല്ലാഹുവിന്റെ ഗ്രന്ഥമാകുന്ന ഖുർആനിൽ ഞാൻ അറിയാത്തൊരു വാക്ക് ഞാൻ പറയുകയാണെങ്കിൽ, സുബ്ഹാനല്ലാഹ്, എത്ര സൂക്ഷ്മത. അതേ സമയത്ത് റസൂൽ പറയുന്നു, ഇത്തബിഊ, നിങ്ങൾ പിൻപറ്റുക ആരെ? അബൂബക്കറിനെയും ഉമറിനെയും എൻ്റെ ശേഷം. അബൂബക്കറും ഉമർ എന്ത് പറയുന്നു എൻ്റെ ശേഷം അത് നിങ്ങൾ പിൻപറ്റുക എന്ന് കൽപ്പിക്കുന്നതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കൽപ്പനകളുടെ അകത്തുൾക്കൊള്ളുന്ന ഉടമകളായ ആ മഹാത്മാക്കൾക്ക് പേടിയാണ് ഖുർആനിന്റെ വിശദീകരണം നൽകാൻ അറിയാത്ത ഭാഗം. സുബ്ഹാനല്ലാഹ്. പിന്നെ ഇവർ പറയാ ഖുർആൻ മതി, ഞങ്ങൾ ഖുർആനിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ നിസ്കരിച്ചോളാം. നിസ്കാരമുണ്ടോ? ഇല്ല. നിസ്കാരം റസൂലുള്ളാഹി പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം, എന്നാലേ നമസ്കാരമാവുകയുള്ളൂ. അത് അവർക്ക് അതിനുള്ള ഭാഗ്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്തിബാ എന്ന പദത്തിന്റെ അർത്ഥം അത് ഖുർആനിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 40ഓളം തവണ അള്ളാഹു പറയുന്നതായ പദം അത് ഫിറ്റാക്കണമെങ്കിൽ എന്ത് വേണം? ഹദീസ് പഠിക്കണം, ഹദീസ് ഉൾക്കൊള്ളണം. ലൈഫായ ഹദീസുകൾ അംഗീകരിക്കണമെന്ന് നാം പറയുന്നില്ല, സ്വീകാര്യോഗ്യമല്ലാത്തതായ ഹദീസുകൾ അംഗീകരിക്കണമെന്ന് നാം പറയുന്നില്ല. മനസ്സിലായില്ലേ? മറിച്ച് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ സംരക്ഷിച്ചതുപോലെ സുന്നത്തിനെ, ഹദീസിനെ സംരക്ഷിക്കാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അത് പലരും മനസ്സിലാക്കുന്നില്ല. ഞാൻ ഇവിടെ 1000-ൽ പരം തവണ മടക്കി പറഞ്ഞ കാര്യമാണ്. ഹജ്ജ് സീസണിലും അല്ലാത്ത സമയത്തും കൂടുതലല്ല 1000 എന്ന് പറഞ്ഞാൽ, കാരണം കൊല്ലങ്ങളായില്ലേ പറയാൻ തുടങ്ങിയിട്ട്. ഇത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് അത് അള്ളാഹു പറയുന്ന ഖുർആനിന്റെ അകത്ത് ഉൾക്കൊള്ളുന്നു. ثم إن علينا بيانا, നമ്മുടെ ബാധ്യതയാണ് ആ ഖുർആനിന്റെ വിശദാംശം. എന്താ ഖുർആനിന്റെ വിശദാംശം? ആ ബയാൻ ഖുർആനിലുണ്ടോ? ഇല്ല. ഖുർആനിന്റെ ബയാൻ എവിടെയുള്ളത്? റസൂലുള്ള പറയുന്ന ഹദീസിലാണുള്ളത്. ഖുർആനിന്റെ ബയാൻ റസൂൽ പറയുന്ന ഹദീസിലാണുള്ളത്. നമ്മുടെ വിഷയം ഇപ്പോൾ ഇത്തിബാ എന്നത് മാത്രമായതുകൊണ്ട് ഞാൻ പരത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിന് തെളിവുകളൊക്കെ പറഞ്ഞ കേസറ്റുകൾ ഇവന്റെ ശബ്ദത്തിൽ കൂടി തന്നെ വേണമെങ്കിൽ കേൾക്കാം. ഓരോ വകുപ്പുകൾക്കും വിശദമായി 10 കേസറ്റുകൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവന്റെ ശബ്ദത്തിൽ കൂടി തന്നെ ഖുർആനിസ്റ്റുകൾക്കെതിരായിട്ട് അല്ലെങ്കിൽ ഹദീസിന്റെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരിച്ചതായി ഓർക്കുന്നുണ്ട്. പഴയ കാലഘട്ടങ്ങളിൽ പറഞ്ഞു വരുന്നത്, സഹോദര സഹോദരിമാരെ, പ്രയാസം അധികരിച്ചു വരുന്നു. ഈ സൗദി അറേബ്യയുടെ അകത്ത് വരേക്കും ജിദ്ദയിലും റിയാദിലുമെല്ലാം ഇങ്ങനെയുള്ള തത്വങ്ങൾ പേറി നടക്കുന്ന കേരളീയരും അപ്രകാരം മംഗലാവരക്കാരും ജീവിക്കുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. ഇത് മഹാ അപകടമാണ്. ഈ അപകടത്തിൽ നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല എന്ന് മാത്രമല്ല, ആ അപകടത്തിൽ പെട്ടുപോയവരെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നിങ്ങളുടേതാണെന്നത് ഓരോരുത്തരും ഓർത്തിരിക്കണം, ഉൾക്കൊണ്ടിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്ത് മുഹമ്മദിനെ സത്യത്തിലേക്ക്, നന്മയിലേക്ക്, ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് മടക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ. അതെ, നിങ്ങൾക്ക് നാം ഒരു ശരീഅത്ത് പറഞ്ഞു തന്നു, അതിനെ മാത്രമാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. കണ്ടില്ലേ? അള്ളാഹ് പേര് വെക്കുകയാണ് ഖുർആനിസ്റ്റുകൾക്ക്, അള്ളാഹ് പേര് വെക്കുകയാണ് ഹദീസ് നിഷേധികൾക്ക്. എന്താണ്? ലാ യഅലമൂൻ, അറിവില്ലാത്തവരാണ് അവർ. എന്താ അവരുടെ അഡ്രസ്? അറിവില്ലാത്തവർ. അറിവില്ലാത്തവരുടെ പിന്നിൽ, അവരുടെ ദേഹേച്ഛയുടെ പിന്നിൽ നിങ്ങൾ അണിനിരന്നു പോകരുത് എന്നാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു അവരെ കുറിച്ച് പറഞ്ഞത്. ശ്രദ്ധിക്കണം. ഖുർആൻ ഈ വിശുദ്ധ, പ്രത്യേകിച്ച് സന്ദർശകരുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. മദീന എന്താണ്? മദീന പഠിപ്പിക്കുന്ന പാഠം എന്താണ്? അള്ളാഹുവിൻ്റെ ദൂതർ ഇവിടെയാണ് താമസിച്ചത്, അവർ ഇവിടെയാണ് മതപ്രബോധനം ചെയ്തത്, അവരുടെ ജീവിതം ഈ നാട്ടിലാണ് ലോകം കണ്ടത്. ആ കണ്ട ജീവിതത്തെ പകർത്തി ലോകത്തിലേക്ക് പ്രചരിപ്പിക്കുകയാണ് സഹാബാക്കൾ കാട്ടിയത്. അത് തന്നെയാണ് താബിഈങ്ങൾ ചെയ്തത്. അത് തന്നെയാണ് താബിഈങ്ങളായ മഹാത്മാക്കളായ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾപ്പെട്ടവരും ചെയ്തത്. ഇതെല്ലാം യഥാർത്ഥത്തിൽ ദീനിന്റെ ഒരു ഭാഗമാണ്. അത് പഠിച്ചു പോകൽ ഇവിടെ വന്നു പോകുന്നവർക്കും സന്ദർശിക്കുന്നവർക്കും നിർബന്ധമാണ്, ബാധ്യതയാണ് എന്നത് ഞാൻ ഊന്നിപ്പറയാറുണ്ട്. പ്രത്യേകിച്ച് സന്ദർശകർ ശ്രദ്ധിക്കുക.
എന്നല്ലാതെ കൂറ ഹജ്ജിന് പോയതുപോലെ പെട്ടിയിൽ പെട്ടി പോവുക എന്ന രൂപത്തിൽ വന്നു പോയാൽ അല്ലാഹ് വിടൂല. മദീനയിൽ സ്ഥിരമായി താമസിക്കുന്നവരെയും വിടൂല, വന്നു പോകുന്നവരെയും വിടൂല. കാരണം അല്ലാഹ് ഇവിടെ കൊണ്ടുവരുന്നത് വെറും സമ്പാദിക്കാൻ വേണ്ടിയല്ല, വെറും ഉംറ ചെയ്യാൻ വേണ്ടിയല്ല, വെറും ഹജ്ജ് ചെയ്യാൻ വേണ്ടിയല്ല, വെറും സിയാറത്ത് ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് ഈ നാട്ടിലിറങ്ങിയ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പഠിക്കാനാണ്. മുമ്പ് പഠിക്കാത്തവർ പുതുതായി പഠിക്കാനാണ്, പഠിച്ചവർ പഠിപ്പിനെ പുതുക്കാനാണ്. അത് ഓർക്കണം ഓരോരുത്തരും എന്നത് ഞാൻ ഊന്നിപ്പറയുന്നു. മക്ക ഇമാം പ്രസംഗിച്ചതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സലഫുസ് സാലിഹീങ്ങളുടെ പിന്തുടർച്ച കൈക്കൊള്ളണം എന്നതായ സബ്ജക്റ്റ് ഡോക്ടർ സാലിഹ് ബിൻ ഹുമയ്യിദ് ഇന്ന് മക്ക മിമ്പറിന്റെ മീതെ ചർച്ച ചെയ്തതായ ഭാഗങ്ങൾ ഉണർത്തുമ്പോൾ സംസാരം എൻ്റെ ശൈലിയാണ്, സബ്ജക്റ്റ് അദ്ദേഹം പ്രസംഗിച്ച സബ്ജക്റ്റുമാണ്. അല്ലാഹു പറയുന്നു, ഇത്തബിഊ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്നിട്ട് നിങ്ങളിലേക്ക് ഇറങ്ങിയതിന്റെ പിന്നിൽ നിങ്ങളാണ് നടക്കുക. ഇത്തബിഊ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്നിട്ട് നിങ്ങളിലേക്ക് ഇറങ്ങിയതിന്റെ പിന്നിൽ നിങ്ങളാണ് നടക്കുക. എന്താ മൂന്ന് ദമീറിന്റെ സ്വഭാവം? നമ്മോടുള്ള ബന്ധം, നമ്മോടുള്ള സ്നേഹം. എൻ്റെ അടിമകളെ, നിങ്ങളിലേക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്നിട്ട് ഇറക്കപ്പെട്ടതായ ആ ഗ്രന്ഥത്തിന്റെ പിന്നിൽ നിങ്ങൾ അണിനിരക്കുക. വലാ തത്തബിഊ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹു അല്ലാത്തതായ മറ്റു ഔലിയാകളുടെ പിന്നിൽ നിങ്ങൾ അണിനിരക്കരുത്. അസത്യത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നവരാവട്ടെ, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവരാവട്ടെ, ആരായിരുന്നാലും വിരോധമില്ല. അള്ളാഹു അല്ലാത്തവരുടെ പിന്നിൽ നിങ്ങൾ അണിനിരക്കരുത്. വലാ തത്തബിഊ മിൻ ദൂനിഹി ഔലിയാ ഖലീലം മാ തദക്കറൂൻ. എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? നിങ്ങൾ അല്പമേ ചിന്തിക്കുന്നുള്ളൂ. എന്തുകൊണ്ട് ശരിക്കും ആഴത്തിലിറങ്ങി ചിന്തിക്കുന്നില്ല, പഠിക്കുന്നില്ല? പരലോക പ്രശ്നത്തിൽ ദീനിന്റെ കാര്യമാകുമ്പോൾ, ദുനിയാവിന്റെ കാര്യമാകുമ്പോൾ നിങ്ങൾ വളരെ നീട്ടിവലിച്ച് പഠിക്കുമല്ലോ. നിങ്ങൾ കേരളത്തിൽ നിന്നിട്ട് ബൊംബെയിലേക്ക് ഓടുമല്ലോ, അല്ലെങ്കിൽ വിസ ഉള്ള സ്ഥലത്തേക്ക് ഓടുമല്ലോ, 100 ഫോൺ ചെയ്യുമല്ലോ, നിങ്ങൾ ഏത് വിസ അംഗീകരിക്കണമെന്ന് തീരുമാനിക്കുമല്ലോ, ഏത് നാട്ടിലേക്ക് പോകണമെന്ന് ശ്രദ്ധിക്കുമല്ലോ, ഏത് ബിസിനസ് ചെയ്യണമെന്ന് ചിന്തിക്കുമല്ലോ. എന്തേ നിങ്ങളുടെ ദീനിന്റെ കാര്യമാകുമ്പോൾ മംഗലാപുരക്കാരൻ പറഞ്ഞു, കലിക്കറ്റുകാരൻ പറഞ്ഞു, തിരുവനന്തപുരക്കാരൻ പറഞ്ഞു, അത് മതി, അതിൽ ഹദീസ് നിഷേധമാണ്, അതിൽ ഖുർആൻ മാത്രം മതി എന്നതാണ്, ആ തത്വം മതി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾ എന്തുകൊണ്ട് ആഴത്തിൽ ഇറങ്ങി പഠിച്ചില്ല, ഉൾക്കൊണ്ടില്ല, ചിന്തിച്ചില്ല? ആരെയാണ് പിൻപറ്റേണ്ടത്? ഇവിടെ പിൻപറ്റാൻ അല്ലാഹ് കൽപ്പിച്ചവർ ആരാണ്? ഖുർആനിൽ കൽപ്പിച്ചത് ആരോടാണ് എന്നത് എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന ശൈലി നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഊന്നി പറയുന്നു. നിങ്ങൾക്ക് പരിചയമുണ്ട്, ഉമറുൽ ഖത്താബിന്റെ കയ്യിൽ തൗറാത്തിന്റെ ഒരു ഭാഗം കണ്ട ശൈലി അല്ലേ? ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. തൗറാത്തിന്റെ ഒരു ഭാഗം കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കോപിച്ചു. അമുതഹവികൂന ഫിഹാ, എന്തേ ഉമറെ പറ്റിയത്? നിങ്ങളുടെ കൂടെയുള്ളതിനെ വില വെക്കാത്തതുപോലെ എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ കൂടെയുള്ള ഖുർആനിന് വിലയില്ലേ? എന്തിന് നിങ്ങൾക്ക് തൗറാത്ത് എന്ന്? ഉമർ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ തൗറാത്ത് കണ്ടപ്പോൾ അത്രയും കോപിച്ചു. വേറെ ഹദീസുകളിൽ കാണാം, മുഖം റുമാന് പോലെ ചുവന്നു. ദേഷ്യപ്പെട്ടാൽ റസൂലുള്ളാഹിന്റെ മുഖം അങ്ങനെയാണ് ആവുക. എന്ത് കാരണത്താൽ? തൗറാത്തിന്റെ കോപ്പി കണ്ടപ്പോൾ. നമുക്കോ എത്ര? ഒരുത്തൻ്റെ കയ്യിൽ ഹദീസിൻ്റെ ഒരു പുസ്തകം, എന്താണ് 30 ഹദീസ്, താഴെ എഴുതിയിരിക്കുകയാണ് ഈ ഹദീസുകൾ ആർക്ക് വേണ്ടി. 30 ഹദീസ് വായിക്കുന്നു. വായിച്ചു കഴിഞ്ഞപ്പോൾ ആള് മാറുന്നു. എന്തേ? അവന് മുൻകൂട്ടി പ്രതിരോധ വകുപ്പുണ്ട് വേണ്ടേ? ഇല്ല. പ്രതിരോധ വകുപ്പില്ലാത്തത് കൊണ്ട് പുസ്തകം വായിക്കുമ്പോൾ ഒരു പുസ്തകത്തിലൂടെ ഈ 30 കൊല്ലം അല്ലെങ്കിൽ 40 കൊല്ലം ജീവിച്ച മതം ഒഴിവാക്കുന്നു, മതം വേണ്ടാതെ വെക്കുന്നു. കണ്ടില്ലേ? മുഖല്ലിബൽ ഖുലൂബ്. അല്ലാഹ് മുഖല്ലിബൽ ഖുലൂബാണ്. ശ്രദ്ധിക്കണം, പെട്ടെന്ന് ഹൃദയം അട്ടിമറിയും. ആരും ഞാനിപ്പോൾ കുറെ ക്ലാസ് കേട്ട ആളല്ലേ, എന്നെ പഴിയൊഴിപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റൂല എന്ന് തോന്നിപ്പോകരുത്. ഏത് ദുർബല നിമിഷത്തിൽ നമ്മുടെ ഈമാൻ കുന്തു കയറാൻ സാധ്യതയുണ്ട്, നമ്മുടെ വിശ്വാസം തകരാൻ സാധ്യതയുണ്ട്, നമ്മുടെ ആദർശം തകരാൻ സാധ്യതയുണ്ട്. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച്
ചുറ്റുപാടിന്റെ സമ്മർദ്ദം കാരണത്താൽ ഇന്നത്തെ ചുറ്റുപാട് മക്ക ഇമാം ഉണർത്തിയതുപോലെ, മദീന ഇമാം ഉണർത്തിയതുപോലെ ഇന്നത്തെ ചുറ്റുപാട് വളരെ ഗൗരവമേറിയ, വളരെ ഡേഞ്ചർ കൂടിയതായ ചുറ്റുപാടാണ്. സാധാരണ കാലഘട്ടം പോലെയല്ല. എവിടെ പോയാൽ, വീട്ടിൽ പോയാൽ 10 ആൾക്ക് 10 മതം, 10 ആൾക്ക് 10 ആദർശം, 10 ആൾക്ക് 10 ശൈലി, അങ്ങനെയുള്ള കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ നാം ഇമാം ഉണർത്തിയതുപോലെ ഏതാണ് എന്റെ വഴി, ഇതാണ് മുസ്തഖീമായ വഴി, ഈ വഴിയല്ലാതെ വേറെ വഴികളെ നിങ്ങൾ പിൻപറ്റാൻ പാടുള്ളതേ അല്ല എന്നല്ല പറഞ്ഞ ആ വഴി കണ്ടുപിടിക്കണം. അത് ഖുർആനിലൂടെ, അത് സുന്നത്തിലൂടെ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വരച്ച ലൈനിലൂടെ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ച ലൈനിലൂടെ മാത്രമേ നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു ലൈന് വരക്കുന്നു. പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് തോന്നാണ് അത് അറബികളെ, ഗ്രാമീണന്മാരാണ്, നാടന്മാരാണ്, എഴുത്തും വായന അറിയാത്തവരാണ്, ഉമ്മീങ്ങളാണ്, അവർക്ക് ലൈന് വരക്കാനും തോന്നും. ഇന്ന് അതേപോലെ അതിനേക്കാളും വിഡ്ഢിത്തം പേറി നടക്കുന്നവരാണ് മുസ്ലിങ്ങളുടെ ഇനത്തിൽ പലരുമുള്ളത് എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്തുകൊണ്ട്? അതേ ശൈലി കേൾക്കുമ്പോൾ, ഇന്നത്തെ രൂപം കാണുമ്പോൾ, ഇന്നത്തെ ദീനിൽ നിന്നിട്ട് വിട്ട് പോകുന്നതായ ശൈലി കാണുമ്പോൾ ഇസ്ലാമിൽ ഉറച്ച് ജീവിക്കുന്നവരാണെന്ന് നമുക്ക് തോന്നുന്ന നീണ്ട താടിയൊക്കെ വെച്ച നല്ല 1-ാം നമ്പർ തൗഹീദിന്റെ ഉടമകളാണെന്ന് പറയുന്ന വ്യക്തികളുടെ തൊള്ളയിൽ നിന്നാണ് പെട്ടെന്ന് കേൾക്കുന്നത് എന്തിനാ ഹദീസ്, അല്ലെങ്കിൽ എന്തിനാ ആ ഹദീസ്, എന്തിനാണ് ഇത് മറ്റേ പിന്തുടർച്ച സഹാബാക്കളുടെ ബാക്കിൽ? അവർ മനുഷ്യന്മാരല്ലേ, നാമും മനുഷ്യന്മാരല്ലേ? മനുഷ്യന്മാരെ, അവർ മനുഷ്യന്മാരാണല്ലോ. അള്ളാഹ് സർട്ടിഫിക്കറ്റ് നൽകാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹിന്റെ ദൂതരാണ്. വല്ലദീന മഅ, മുഹമ്മദിന്റെ ബാക്കിൽ കൂടിയവർ ആരാണവർ? സഹാബാക്കൾ. സത്യനിഷേധികൾക്കെതിരിൽ അവർ മഹാക്രൂരരാണ്, ശക്തരാണ്. അവരുടെ ഇടയിൽ അങ്ങേയറ്റം സ്നേഹം പുലർത്തുന്നവരാണ്. പിന്നെയോ അവരുടെ പ്രത്യേകതകൾ പറയാണ്. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരിസ് സുജൂദ്. ഈ മഹാത്മാക്കളാകുന്ന സഹാബാക്കളെ അല്ലാഹ് പറയും പോലെ ഇരിക്കുന്നു. എന്ത്? ഞാൻ സെലക്ട് ചെയ്തതാണ്. റസൂലുള്ളാഹിന്റെ അനുയായികളാവാൻ ഞാൻ സെലക്ട് ചെയ്തതാണ്. റസൂലുള്ളാഹിന്റെ പ്രവർത്തനത്തെ കണ്ടുപിടിക്കാൻ ഞാൻ സെലക്ട് ചെയ്തവരാണ്. റസൂലുള്ളാഹ് പറയുന്നതായ വാക്കുകളെ ഏറ്റെടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ. അപ്പോൾ സാധാരണക്കാരല്ല അവരെ കുറിച്ച് അല്ലാഹ് പറയുന്നു. ഇത് സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ് ദാലിക മതലുഹും ഫി തൗറാത്തി വമതലുഹും ഫിൽ ഇൻജീൽ. തൗറാത്തിലും ഇൻജീലിലും അവരെ വാഴ്ത്തി പുകഴ്ത്തി അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരല്ല അവർ. തൗറാത്തിൽ ജൂതന്മാർ പഠിച്ചു, ഇൻജീലിൽ ക്രിസ്ത്യാനികൾ പഠിച്ചു. മുഹമ്മദ് നബിയുടെ ബാക്കിൽ അണിനിരക്കുന്ന ഒരു സഹാബാക്കൾ വരാൻ പോകുന്നുണ്ട്. ആ സഹാബാക്കൾ മഹാനേതാക്കളായിരിക്കും. അവര് ഇന്ന് മദീന ഇമാം പറഞ്ഞതായ ഭാഗം, ഡോക്ടർ അബ്ദുൽ മുഹസിൻ ഖാസിം പറഞ്ഞതായ ഭാഗം, ഈ സ്വർഗത്തിലേക്ക് ഫസ്റ്റ് ട്രിപ്പിൽ പോകുന്ന വിഭാഗം, സ്വർഗത്തിലേക്ക് ഫസ്റ്റ് ട്രിപ്പിൽ പോകുന്ന വിഭാഗം നബിമാര് കഴിഞ്ഞാൽ എന്താ അതിനേക്കാളും വലിയ പ്രത്യേകത വല്ലതുമുണ്ടോ? അങ്ങനെയുള്ള സഹാബാക്കളെ പിന്നിൽ അണിനിരക്കുക എന്നത് സന്ദർശകരായ എൻ്റെ സദസ്സിലിരിക്കുന്നവർ ശ്രദ്ധിക്കണം. ഓരോ മനുഷ്യന്മാരും മനസ്സിലാക്കണം. എന്ത്? ഇവിടെ വന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇവിടെ വന്നു പോകുമ്പോൾ മദീനത്തൊരു സ്വർഗത്തോപ്പുണ്ട്. ആ സ്വർഗത്തോപ്പ് എന്ന് റസൂല് പേര് വെക്കാൻ തന്നെ കാരണം ഈ സ്വർഗത്തോപ്പിനെ ആധാരമാക്കിയിട്ടാണ് സ്വർഗത്തിൽ പോകുന്നവർ ഇവിടെ സ്വർഗം നേടിയത്. അവരുടെ ബാക്കിൽ നിങ്ങൾ അണിനിരന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് സ്വർഗം എന്ന ധ്വനിയാണ് നാം റസൂലുള്ളാഹിന്റെ നാവിലൂടെ പണ്ട് കേട്ടത്. അത് സന്ദർശകർ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. മാ ബൈന ബൈതി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഖുർആനിസ്റ്റുകൾക്ക് വിലയില്ല, ഹദീസ് നിഷേധികൾക്ക് വിലയില്ല, ഖാദിയാനിസത്തിന് വിലയില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ, കണ്ടതും കേട്ടതും പൂജിക്കുന്ന, കാഷ്ടിക്കുന്ന, മൂത്രിക്കുന്ന മനുഷ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഭാഗത്തിന് വിലയില്ല. അവർക്കെല്ലാം മറുപടി എന്നോണമാണ് മദീനയിലുള്ള സ്വർഗത്തോപ്പിനെ നാം കാണേണ്ടത്. ആ സ്വർഗത്തോപ്പ് എടുപ്പിച്ച ആദർശമാണ് എന്ത്? ഞാൻ ഇവിടെ പറയുന്നതായ ആദർശം. അതാണ് മക്ക ഇമാം ഇന്ന് ഉണർത്തിയതായ ഖുർആനിന്റെ പിന്നിൽ അണിനിരക്കുക, സുന്നത്തിന്റെ പിന്നിൽ അണിനിരക്കുക എന്നതായ തത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തത്വങ്ങളെ പഠിക്കേണ്ടതുപോലെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നവരിൽ നാം എല്ലാവരെയും പെടുത്തുമാറാകട്ടെ. പ്രയാസമുണ്ട്,
പ്രയാസമുണ്ട്, പഠിക്കണം, ഉൾക്കൊള്ളണം എന്ന് മാത്രമല്ല നമ്മുടെ പരിസരത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുടുംബ മെമ്പർമാർ പഴിച്ചു പോകുമ്പോൾ അവരെ നന്നാക്കാൻ അതിലും പ്രയാസം കൂടും, വർദ്ധിക്കും. അതൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ പ്രയാസം പോലത്തെ പ്രയാസം പണ്ട് സഹാബാക്കൾക്ക് അനുഭവിക്കേണ്ടി വന്നു. സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതായ മതത്തിന്റെ പിന്നാലെ നടന്നപ്പോൾ വാപ്പ മുസ്അബിനെ എതിർത്തു, ഉമ്മ മുസ്അബിനെ എതിർത്തു. രണ്ടുപേരും കൂടി അറസ്റ്റ് ചെയ്തു, ചങ്ങലയിലിട്ടു. ആരെ? മകനെ. വാപ്പയും ഉമ്മയും. അവിടുന്ന് പൊട്ടിച്ചോടിയവിടേക്ക് എത്യോപ്യയിലേക്ക് മടങ്ങി വന്ന് വീണ്ടും പിടിച്ച് അറസ്റ്റ് ചെയ്തു മുസ്അബിനെ. അവിടുന്ന് പൊട്ടിച്ചു. പിന്നെ എവിടേക്ക് വന്നു? റസൂലുള്ളാഹിന്റെ കൽപ്പന അനുസരിച്ചിട്ട് അവിടെ ഈ കൂടിയതായ യോഗമാകുന്ന 13, 12, 13, 11 എന്നീ വർഷങ്ങളിൽ മിനയിൽ നടന്നതായ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പിന്നെ അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 12ാമത്തെ വർഷത്തിൽ കൂടിയതായ സമ്മേളനത്തിൽ അദ്ദേഹത്തിനെ ഈ മദീനയാക്കാൻ വേണ്ടി സെലക്ട് ചെയ്തു. അദ്ദേഹത്തിന് ഈ നാട്ടിലേക്ക് വിടുകയും ചെയ്തു. പഠിക്കണം സന്ദർശകർ പഠിക്കണം. നിങ്ങൾ ഈ കാണുന്ന മദീന പണ്ട് കാഫിരീങ്ങളുടെ നാടായിരുന്നു, പണ്ട് യഥരിബായിരുന്നു, പണ്ട് ശിർക്ക് പറഞ്ഞ നാടായിരുന്നു, പണ്ട് ജൂതന്മാരും തിങ്ങി വസിച്ച നാടായിരുന്നു. നിങ്ങളിപ്പോൾ വരുമ്പോൾ കാണുന്നത് തൗഹീദാണ്, ഏകദൈവ വിശ്വാസമാണ്, അനാചാരമില്ല, ജന്മദിനാഘോഷമില്ല, മരണദിനാഘോഷമില്ല, ഖബർ കെട്ടിപ്പൊക്കലുകളില്ല. നേതാക്കളുടെ കേരളത്തിലുള്ള എന്നല്ല ലോകത്തുള്ള ഔലിയാക്കന്മാർ മുഴുവൻ കൂടിയാൽ അവരുടെ ചെരുവരിലേക്ക് എത്തുകയില്ല. ബഖി എന്ന ഖബർസ്ഥാനത്തിൽ കിടക്കുന്നതായ ഒരു സഹാബിയുടെ വിരലേക്ക്. അങ്ങനെയുള്ള സഹാബാക്കളാണ് അവിടെ കിടക്കുന്നത്. ആരാണത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ലേ, ഫാത്തിമ ബിൻത് മുഹമ്മദ്. അതെ, ആ പേരെടുത്തതായ നേതാക്കൾ. അങ്ങനെ ഒരു പെണ്ണൊരാണ് പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടാ, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള നേതാക്കൾ കിടക്കുന്ന നാട്ടിൽ വന്നു പോകുമ്പോൾ ഇവിടുന്നാണ് മാതൃക ഉൾക്കൊള്ളേണ്ടത്, ഇവിടുന്നാണ് സത്യം ഉൾക്കൊള്ളേണ്ടത്. ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട് പുത്തൂർക്ക് ഉപ്പിട്ടാറില്ല എന്ന് പറഞ്ഞാൽ ആ ഉപ്പിന്റെ നാടാണ് പുത്തൂർ. അതുകൊണ്ട് എന്നതുപോലെ മദീന വഹീന്റെ നാടാണ്. ഇവിടേക്ക് വേറെ വഹി വരാനില്ല. മറ്റു വഹികൾ വരുന്നത് കരിഞ്ചന്തയാണ്. ഇവിടുന്ന് വഹി അങ്ങോട്ട് പോക്കാൻ, ഇവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വഹി, അതാണ് നാം അംഗീകരിക്കേണ്ടത്. പച്ച മലയാളത്തിൽ എല്ലാവരും മനസ്സിലാക്കിയല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ കണ്ടതായ തൗറാത്തിന്റെ കഷ്ടത്തിനെ കുറിച്ച് റസൂൽ പറയുകേണ്ട, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ശരീരം ആരുടെ കയ്യിലാണ്? അങ്ങനെയുള്ള റബ്ബിനെ തന്നെയാണ് സത്യം. ലഖദ് ജിഅ്തുകും ഫീഹാ ബൈളാഅ നഖിയ്യാ, ഞാൻ നിങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെട്ട പ്രഭയുമായിട്ടാണ് ഈ മതത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. ലൗകാന മൂസ ഹയ്യൻ, ഞാൻ ഇവിടെ വരുന്ന കാലഘട്ടത്തിൽ മൂസ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലമാ വസ്യഹു ഇല്ല തിബാഇ, എന്റെ പിന്നാലെ നടക്കലല്ലാതെ മൂപ്പർക്ക് സാധിക്കുന്നതല്ല. കേട്ടോ, മൂസ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മൂസയ്ക്ക് എന്റെ പിന്നാലെ നടക്കൽ നിർബന്ധമായി മാറും. കാരണം ഓരോ നബിമാരും എല്ലാ നബിമാരോടും അള്ളാഹു ചെയ്തതായ വാഗ്ദാനമാണ്. അക്കൂട്ടത്തിൽ മൂസയുണ്ട്, അക്കൂട്ടത്തിൽ ഇബ്രാഹിമുണ്ട്, അക്കൂട്ടത്തിൽ ഈസയുണ്ട്, അക്കൂട്ടത്തിൽ നൂഹുണ്ട്. ഇവരോടെല്ലാം ചെയ്ത വാഗ്ദാനമാണ്. എന്ത്? നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് മുഹമ്മദ് വന്നതെങ്കിൽ ആ മുഹമ്മദിന്റെ പിന്നിൽ നിങ്ങൾ കൂടണം. ആ മുഹമ്മദ് കൊണ്ടുവന്ന ഗ്രന്ഥത്തിന്റെ പിന്നിൽ നിങ്ങൾ നടക്കണം. ആ മുഹമ്മദിനെ നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവരുടെ പിന്നാലെ നടന്നുകൊണ്ട് യുദ്ധം ചെയ്യണം, അവരെ സഹായിക്കുകയും വേണം. അതാണ് അല്ലാഹു റസൂൽ പറയുന്നത്. അല്ലയോ ഉമറേ, ലമാ വസിയഹു ഇല്ല തിബാഇ, മൂസ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ പിന്നാലെ നടക്കലല്ലാതെ മൂപ്പർക്ക് സാധിക്കുകയില്ല. പിന്നെ മംഗലാരക്കാർക്ക്, കാലിക്കറ്റുകാർക്ക്, മറ്റു മലപ്പുറക്കാർക്കൊക്കെ പുതിയ ചെകന്നൂരനോ അങ്ങനെയുള്ളതായ അനിസ്ലാമിക ചിന്താഗതിയോ കൊണ്ടുവരുന്നതായ തത്വം കേൾക്കുമ്പോൾ ബേക്കൽ മൂസാക്ക് എന്റെ പിന്നിൽ നടക്കാൻ നിർവാഹമില്ല എന്ന് റസൂൽ പറയാം. കലീമുല്ലാഹി മൂസ, ഭൂമിയിൽ ജീവിച്ചതായ മനുഷ്യന്മാരിൽ നേർക്കുനേരെ അള്ളാഹിനോട് സംസാരിച്ച ഏക വ്യക്തി. ഭൂമിയിൽ വെച്ചിട്ട് അള്ളാഹിനോട് ആരും സംസാരിച്ചിട്ടില്ല, ഒരു നബിയും സംസാരിച്ചിട്ടില്ല. ആരാ സംസാരിച്ചത്? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. അങ്ങനെയുള്ള മൂസ ജീവിച്ചിരിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിന്റെ പിന്നാലെ നടക്കണമെന്നതാണ് നമ്മുടെ ഖൗമ്. എന്റെ ബുദ്ധി അതാണ് എനിക്ക് അനുസരിക്കാൻ പറ്റിയത്. മൂപ്പരുടെ ബുദ്ധിയുടെ ബാക്കിൽ മൂപ്പര് കൂടിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇന്ന മസലി വമസല മാ ബഅസനി
നിങ്ങൾ കേട്ടതായ ഹദീസ് അൽബാനി സഹിയാക്കിയിട്ടുണ്ട്. വിശദീകരണം ഞാൻ നൽകുന്നില്ല, കാരണം ഇവിടെ പലപ്പോഴും പറഞ്ഞതും വിശദീകരിച്ചതുമായ ഭാഗമാണ്. ഇന്ന മസലി വമസല മാ ബഅസനി കമസലി റജുലിൻ അതാ ഖൗമഹു ഫഖാല. ഒരു വ്യക്തി ഞാനും നിങ്ങളുമായുള്ള ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. റസൂലുള്ളാഹി വാക്കാണ്. ജീവിതത്തിൽ കളവ് പറയാത്തവരും ഈ പള്ളിയിൽ നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്നവരുമായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഉദാഹരണം? ഒരു വ്യക്തി ഒരു മഹാകുതിരപ്പട്ടാളത്തെ കണ്ടു, അല്ലെങ്കിൽ സേനയെ കണ്ടു, നാട്ടിനെ കീഴടക്കാൻ വേണ്ടി വരികയാണ്. നാട്ടുകാർ ഇപ്പോൾ ഉറക്കത്തിലാണ്, നാട്ടുകാർ അശ്രദ്ധയിലാണ്. ആ സന്ദർഭത്തിൽ ഞാൻ എന്ത് ചെയ്തു? ആ വ്യക്തി എന്ത് ചെയ്തു? ജനങ്ങളോട് പോയിട്ട് പറഞ്ഞു, ഇതാ ഞാൻ വാണിംഗ് നൽകുന്നു, മഹാപട്ടാളം നിങ്ങളെ കീഴടക്കാൻ വേണ്ടി നിങ്ങളുടെ വാതിൽക്കലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ റസൂലുള്ളാഹി പറയുന്നു, ഞാൻ നഗ്നനായ വാണിംഗ് നൽകുന്ന വ്യക്തിയാണ്. എപ്പോഴാണ് നഗ്നത? ഉറക്കത്തിൽ നിന്നിട്ട് പെട്ടെന്ന് പ്രശ്നങ്ങൾ കേൾക്കുന്ന വേളയിൽ ശത്രുക്കൾ വരുന്നു എന്ന് കേട്ടാൽ എന്ത് സംഭവിക്കും? ശരീരത്തിൽ എന്താണുള്ളതെന്ന് ഓർക്കാതെ ഒരിയാനായിട്ട് ഓടും. ഒരിയാനായിട്ട് ശരീരത്തിൽ വസ്ത്രമൊന്നുമില്ലാതെ ഓടും. ഒരിയാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നഗ്നനായിട്ട് വസ്ത്രം ധരിക്കാതെ ഓടും. ഞാൻ ആ വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതാ മുഹമ്മദ് നബി 23 കൊല്ലം ജീവിച്ചപ്പോൾ ഒരിയാനായ അഥവാ നഗ്നനായ മുൻതിരി എന്ന ആ ശക്തിയോട് കൂടിയുള്ളതായ വാണിംഗ്, ആ പ്രാധാന്യം അർഹിക്കുന്നതായ വാണിംഗ്, ആ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി വന്നതായ വ്യക്തിയാണ് ഞാൻ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിച്ചുകൊണ്ട് ചില ആൾക്കാർ പെട്ടെന്ന് നാടുവിട്ടു, ആ സ്ഥലം ഒഴിവാക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ വാക്ക് ശ്രദ്ധിക്കാതെ, അഥവാ ആരുടെ? ഈ വാർത്ത എത്തിച്ചു കൊടുക്കുന്ന വ്യക്തിയുടെ ആ വാർത്ത എത്തിച്ചു കൊടുക്കുന്നവരുടെ വാക്ക് പാലിക്കാതെ ചില ആൾക്കാർ എന്ത് ചെയ്തു? അവിടെ തന്നെ കൂടിയവരെ എന്ത് ചെയ്തു? ശത്രുക്കൾ പിടികൂടി അവരെ കഥ കഴിച്ചു. ഇതുപോലെയാണ് ഞാൻ. എൻ്റെ വാക്ക് നിങ്ങൾ കേട്ട് എൻ്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. എൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കാതെ നിങ്ങൾ ബേക്കിൽ കൂടാതിരുന്നിട്ട് നിങ്ങളുടെ ദേഹയിച്ചേക്ക് കീഴ്പ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ശത്രുക്കൾ വന്നിട്ട് കഥ കഴിച്ചവരെ പോലെയാണ്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉദാഹരണം മനസ്സിലായോ? അപ്പൊ ശത്രുക്കൾ വന്നിട്ട് കഥ കഴിക്കാൻ എന്തുകൊണ്ട് സാധിച്ചു? ശത്രുക്കൾക്ക് എതിരിലുള്ള പ്രതിരോധം കണ്ടുപിടിച്ചില്ല. 3 വക്തുകാരെന്ന് പറയുമ്പോൾ അത് 5 വക്തത്തിൽ നിന്ന് നിൽക്കാനുള്ള വഴി കണ്ടെത്തിയില്ല. ഖാദിയാനികൾ വരുമ്പോൾ നബി പറയുന്നു, ലാ നബിയ്യ ബഅദി, എൻ്റെ ശേഷം ദൂതരില്ല എന്ന തത്വം അത് സ്ഥിരീകരിച്ചു കൊടുക്കാനുള്ള ഇൽമില്ല, കഴിവില്ല. അയാൾ കൊണ്ടുവന്നതും ഖുർആനല്ല, മുഹമ്മദ് കൊണ്ടുവന്നതും ഖുർആനല്ലേ എന്ന് മനസ്സിലാക്കാനുള്ളതായ ആ കഴിവുകേടിലേക്ക്, അതിൻ്റെ പര്യായത്തിലേക്ക് എത്തിപ്പോയി അറിവില്ലാത്തവർ. അതുകൊണ്ടാണ് സംഭവിച്ചവർക്ക് അങ്ങനെ സംഭവിച്ചത്. അല്ല, അള്ളാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്ന, മുഹമ്മദ് നബി കൊണ്ടുവന്ന ആ വിശുദ്ധ ഫുർഖാൻ അലീം ലോകാത്ഭുത ഗ്രന്ഥമാണ്. അതിൽ അമാനുഷികത്വതയുണ്ട്. അത് ലോകത്തിൽ ആര് കൊണ്ടുവന്നതിലുമില്ല. അത് പോലോത്തത് കൊണ്ടുവരാൻ ലോകത്തിൽ ആർക്കും സാധിക്കുന്നതല്ല എന്ന് റബ്ബ് തീർത്ത് പറഞ്ഞതാണ്. പരസ്പര സഹകരണങ്ങൾ ചെയ്താൽ, കോൺഫറൻസുകൾ ഒരുമിച്ച് കൂടിയാൽ, അമേരിക്ക വേറെ, റഷ്യ വേറെ, ചൈന വേറെ, ബ്രിട്ടൻ വേറെ, ജപ്പാൻ വേറെ, ജർമ്മൻ, ലോകത്തിലുള്ള വൻ ശക്തികൾ ഒരുമിച്ച് കൂടി കോൺഫറൻസ് കൂടി, പോരാത്തതിന് ജിന്നുകളെയും ഒരുമിച്ച് കൂട്ടി, എന്നിട്ട് ഗവേഷണം ചെയ്ത് ചിന്തിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ പോലും ഈ ഖുർആനിനെയോ അതിൽ 10 സൂറത്തിനെയോ അതിൽ ഒരു സൂറത്ത് പോലോത്തതിനെയോ അമാനുഷികത്വതയിൽ അല്ലെങ്കിൽ സാഹിത്യത്തിൽ കടപിടിക്കുന്നതിന് ലോകത്തിന് കൊണ്ടുവരാൻ പറ്റൂല എന്ന് റബ്ബ് തീർത്ത് പറഞ്ഞതായ ഗ്രന്ഥത്തിന്റെ ഉടമയാണ് ഞാൻ. അതുകൊണ്ട് ഖാദിയാനി, അതുകൊണ്ട് 3 വക്തുകാരാ, ഇതൊന്നും ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാവണം. അത് പഠിച്ചാലേ ഉണ്ടാവുകയുള്ളൂ, അത് ക്ലാസ്സിൽ പങ്കെടുത്താലേ ഉണ്ടാവുകയുള്ളൂ, അത് ഖുർആനും സുന്നത്തും പഠിച്ച പണ്ഡിതന്മാരെ സമീപിച്ചാലേ ഉണ്ടാവുകയുള്ളൂ. അതൊക്കെ ഉപയോഗപ്പെടുത്തണം. വെറും കൂറ ഹജ്ജിന് പോയതുപോലെയോ അല്ലെങ്കിൽ 4 കാലി മൃഗങ്ങളെ പോലെയോ ജീവിച്ചാൽ പറ്റൂല. നാം ഇവിടെ പ്രശ്നമനുഷ്യന്മാരായി ജീവിക്കണം. ആരെയും കുറ്റം പറഞ്ഞതല്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, അവർ ഉൾക്കൊള്ളുന്ന ആദർശത്തെ സംരക്ഷിക്കാനുള്ള പ്രതിരോധ വകുപ്പുകളെ കണ്ടെത്താതെ എങ്ങനെയെങ്കിലും ആവട്ടെ, അവരത് പറയട്ടെ, ഇവരത് പറയട്ടെ, അവരങ്ങനെ ചെയ്യട്ടെ, ഇവരങ്ങനെ ചെയ്യട്ടെ, ഞാൻ എൻ്റെ റൂട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും ഒരു തട്ടാനുമെന്ന് പറയാനുള്ള പ്രസ്ഥാനമല്ല ഇസ്ലാം. മറിച്ച് ഞാൻ, എൻ്റെ വീട്ടുകാർ, എൻ്റെ നാട്ടുകാർ, എൻ്റെ കൂട്ടുകാർ, മുസ്ലിം ലോകം എന്ന് പറയണം. മുസ്ലിങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ നാം മുസ്ലിങ്ങളാവുകയില്ല പരിപൂർണമായ എന്നത് ഗൗരവത്തോടു കൂടി നാം ഗൗനിച്ചിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങളെ ഗൗനിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.
സഹോദര സഹോദരിമാരെ, ഞാൻ വിഷയത്തിൻ്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് അതിനെ ചുറ്റിപ്പറ്റി തന്നെ നീങ്ങുന്നു. മക്ക ഇമാം ചർച്ച ചെയ്തതായ വിഷയം സലഫ് സാലിങ്ങളുടെ പിന്നിൽ, അതിൽ താബിഈങ്ങളുടെ പിന്നിൽ, അതിൽ താബിഈങ്ങളുടെ പിന്നിൽ, അതിൽ 4 മദ്ഹബിന്റെ ഇമാമികളുടെ പിന്നിൽ ചർച്ചയ്ക്ക് വിധേയമായ വിഷയങ്ങൾ വരുമ്പോൾ ചർച്ച ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. അത് ഭിന്നിപ്പല്ല. അതിൻ്റെ പേര് ഭിന്നിപ്പെന്ന് പറയാനും പാടുള്ളതല്ല. അതേസമയത്ത് ഭിന്നിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ അറിവില്ലാത്തവർ കാട്ടുന്നത് പോലെയുള്ള ഭിന്നിപ്പുകളാണ്. എന്ത് സത്യവും അസത്യവും ഏതാണെന്ന് മനസ്സിലാക്കുന്ന വിഷയം വരുമ്പോൾ ചർച്ചയ്ക്ക് വിധേയമായ വിഷയമാണെങ്കിൽ അത് ഗവേഷണത്തിന് വിട്ടുകൊടുക്കാതെ അങ്ങും ഇങ്ങും ഭിന്നിക്കുക എന്നത് അനിസ്ലാമികത്വമാണ്. മുസ്ലിങ്ങൾ പഠിപ്പിക്കാത്തതാണ്. സലഫ് സാലിഹ്യങ്ങളിൽ അവർക്ക് മാതൃകയില്ല എന്നത് അവർ മനസ്സിലാക്കിയിരിക്കണം, നാമും പഠിച്ചിരിക്കണം. ഇതാണ് നമ്മുടെ മക്ക ഇമാം ഡോക്ടർ സാലിഹ് ഇബ്നു ഹുമയ്യിദ് ചർച്ച ചെയ്തതായ വിഷയത്തിന്റെ ഷോർട്ടായ ഭാഗം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ് ഞാൻ നിങ്ങളെ മുമ്പേ കേൾപ്പിച്ചു. അത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസാണ്. ഏത് വരഞ്ഞു, പിന്നെ ഉപവരകൾ വേറെ വരഞ്ഞു എന്നത്. ഉപവരകൾ വേറെ വരഞ്ഞു, ഒരു ലൈൻ ഇങ്ങനെ ഇട്ടു, ഒരു ലൈൻ ഇങ്ങനെ റസൂൽ വരച്ചു. എന്നിട്ട് വേറെ ബാക്കിൽ 3 വേറെ ഉപവരകൾ വരഞ്ഞു, വേറെ കുറേ ലൈനുകൾ വരഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ലൈനുകളുടെ കൂടെ എല്ലാം പിശാചുകൾ നിൽക്കുകയാണ്. എന്തിനാണ്? അത് നരകത്തിലേക്കുള്ള ലൈനാണ്. ഈ ഞാൻ ആദ്യം വരച്ച ലൈനാകുന്ന സിറാത്തുൽ മുസ്തഖീം മാത്രമാണ് സ്വർഗത്തിലേക്ക്. ഒരു റൂട്ട് മാത്രമേ സ്വർഗത്തിലേക്ക് പോകുന്ന റൂട്ടുള്ളൂ, രണ്ടാമത്തതില്ല. പിന്നെ അതിനപ്പുറമുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒറ്റ റൂട്ടിലേ സ്വർഗത്തിലേക്ക് എത്തുള്ളൂ, രണ്ടാമത്തെ റൂട്ട് ഇല്ല എന്ന് റസൂൽ തീർത്ത് പറയുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്, വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ. ഇതാണ് മുച്ചവായ റൂട്ട്. ഫലാ തത്തബിഉസ് സുബുല. നിങ്ങൾ ഉപറൂട്സുകളെ ഫത്തബിഊഹു, നിങ്ങൾ അതിനെ മാത്രം പിൻപറ്റുക. വലാ തത്തബിഉസ് സുബുല, ഉപറൂട്സുകളെ. പണ്ടൊക്കെ ഞാൻ പറയാറുണ്ട്, തരീഖത്തെ ഹഖീഖത്തെ മാരിഫത്ത് എന്നൊക്കെ പറയുന്ന ഇത് നമ്മുടെ നാട്ടിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെന്ന് പറയപ്പെടുന്ന, അവരല്ലാഹു ഹിദായത്തിലാക്കട്ടെ, അങ്ങനെയുള്ളവർ വരെ പിൻപറ്റാൻ പാടില്ല എന്ന് പറയുന്നതായ തരീഖത്തുണ്ടല്ലോ. അങ്ങനെയുള്ള തരീഖത്തുകളൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ഇനത്തിൽ പെടുക എന്ന് ഞാൻ പണ്ട് പറയാറുണ്ട്. ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോഴോ ദീനിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ദീനിൻ്റെ അകത്തൊരു ചടഞ്ഞ് ജീവിക്കുന്ന വിഭാഗത്തിൽ കാനേഷ്മാർ മുസ്ലിങ്ങൾ വർദ്ധിച്ചു വരുന്നു. ജനന സർട്ടിഫിക്കറ്റ് മുസൽമാന്മാർ വർദ്ധിച്ചു വരുന്നു. ജനന സർട്ടിഫിക്കറ്റ് മുസ്ലിമാണ്. എന്തിൽ? ജനന സർട്ടിഫിക്കറ്റ് മുസ്ലിമാണ്. വേറെന്താ? ഒരു ബന്ധുവില്ല. ഒരുത്തനെ കണ്ടു ഞാൻ വഴിയിൽ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എവിടെ? ഇന്ന നാടാണ്. നാടിൻ്റെ പേര് പറയുന്നില്ല, ബേജാറാണ്ട. ഇന്ന നാടാണ്. എന്താ പ്രശ്നം? എൻ്റെ പെങ്ങളെ ക്രിസ്ത്യാനിയെ കല്യാണം കഴിച്ചിട്ടുള്ളത്, എൻ്റെ രണ്ടാമത്തെ പെങ്ങളെ ഹിന്ദുവാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്, മൂപ്പര് മുസ്ലിമാണ്. ഇതാണ് കാനേഷ്മാരെ മുസ്ലിം, മനസ്സിലല്ലേ? അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആരാണ്? സെലഫിയാണ് അല്ലേ? നിങ്ങളുടെ ജ്യേഷ്ഠൻ ഹദീസ് നിഷേധിയാണ്, അനുജനോ അദ്ദേഹം ചേകനൂരിയാണ്, മൂപ്പരും മുസ്ലിമാണോ? മനസ്സിലായില്ലേ? അത് പറ്റില്ല. എങ്ങനെ ശരിയാവാ? അലർജി ഉണ്ടാവണം. അലർജിയില്ലേ? ഈ പ്രതിരോധ വകുപ്പ് പ്രവർത്തിക്കണം, ശരിക്ക് പ്രവർത്തിക്കണം. ഒറിജിനൽ മുസ്ലിം ആണെങ്കിൽ അതാണ് സഹാബാക്കൾക്ക് സംഭവിച്ചത്. എന്തെങ്കിലും ഇസ്ലാമിൽ ഇല്ലാത്തത് കണ്ടാൽ അപ്പോൾ ചോര തളക്കലാണ് അവർക്ക്. ചോര തളക്കും. ഉമറുൽ ഖത്താബ് എത്ര പ്രാവശ്യം വാളെടുത്തു? റസൂലുള്ളാഹിന്റെ പേര് റസൂൽ എന്ന് പറയുന്നതിന് പകരം മുഹമ്മദ് എന്നൊരാൾ വിളിച്ചു, അപ്പോൾ ഒരു വാള്. റസൂൽ പറഞ്ഞു അങ്ങനെ പറ്റൂല, അത് നാടന്മാരാണ്, അവർക്ക് അറിയില്ല സംഗതി, തണുപ്പിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ ഇസ്ലാമിനെതിരുള്ളതായ ഈ ചലനങ്ങൾ നടക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വീട്ടിൽ തന്നെ ജീവിക്കാൻ ആര്? മൂന്നോക്താരൻ വീട്ടിൽ തന്നെ ജീവിക്കാൻ ആര്? 70 ഹദീസ് നിഷേധിച്ച ആൾ ബുഖാരിയിലുള്ള ഒരേ വീട്ടിലാണ്, ഒരേ മച്ചിന്റെ താഴെയാണ്. എങ്ങനെ ശരിയാവൂല. യുദ്ധം എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കാനല്ല, അടികൂടാനല്ല, ഭീകരനാവാനല്ല. പിന്നെയോ നീ യുക്തിയുക്തം അവനോട് വാദിക്കുക, പറഞ്ഞു കൊടുക്കുക. സാധിക്കുന്നില്ലെങ്കിൽ അറിവുള്ളവരിലേക്ക് അവനെ ചെന്നെത്തിക്കുക, അല്ലെങ്കിൽ അറിവുള്ളവർ അവനിലേക്ക് കൊണ്ടുവരിക. നിന്നാൽ സാധിക്കുന്ന പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക. നീ റബ്ബിന്റെ മുമ്പിൽ പരലോകത്തിൽ ചോദിക്കപ്പെടുന്ന കാര്യമാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കിയും കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അല്ലാഹു തൗഫീഖ് നൽകും. ഇനി നീ വിജയിച്ചില്ലെങ്കിലോ, നീ റിസൾട്ടിലേക്ക് എത്തിയില്ലെങ്കിലോ നിന്റെ കൂലി നഷ്ടപ്പെടുകയില്ല. ആരും ബേജാറാവേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പിഴച്ചു പോയവരെ, സത്യത്തിലേക്ക് വ്യതിചലിച്ചു പോയവരെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് മടക്കട്ടെ. ഫതഫറഖ ബികും അൻ സബീലിഹി. പിശാചുകൾ ആ വഴിയിൽ നിൽക്കുന്നു. അവർ നിങ്ങളെ അള്ളാന്റെ വഴിയിൽ നിന്നിട്ട് വ്യതിചലിപ്പിച്ച് കളയുന്നതായ വിഭാഗമാണ്. അള്ളാഹ് പറയുന്ന ആയത്തിന് അവിടെ റസൂൽ ഓതാൻ കാരണം ആ ആയത്തും ആ ഹദീസുമായി ബന്ധമുള്ളത് കൊണ്ടാണ്. ഈ
ഈ ആയത്തിന്റെ വിശദീകരണമായിട്ട് ഗണിച്ചാൽ മതി നാം. അതുകൊണ്ട് റസൂൽ ഈ ആയത്ത് ഓതുന്നു, ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. ലാ ഉൽഫിയന്ന അഹദകും, നിങ്ങൾ നിട്ടാരെയും ഞാൻ കണ്ടെത്തരുത്, മുത്തക്കിഅൻ അലാ അരീകതിഹി, കസാലയുടെ മീതെ ഇരിക്കുന്നതായ ഒരു വിഭാഗം വരാൻ പോകുന്നുണ്ട്. അവനെന്ത് പറയും? എൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ കിതാബുണ്ട്, അത് നമുക്ക് മതി, നിങ്ങൾ കൊണ്ടുവരുന്ന ഹദീസൊന്നും ഞങ്ങൾ അംഗീകരിക്കേണ്ടതില്ല എന്ന് പറയുന്ന വിഭാഗം വരാൻ പോകുന്നുണ്ട്. അങ്ങനെയുള്ള അപകടത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്, അങ്ങനെയുള്ള വിഭാഗത്തിന് പിന്നിൽ നിങ്ങൾ അണിനിരുന്നു പോകരുത് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി 1400 പരം വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ വെച്ചിട്ട് പറഞ്ഞു കൂട്ടരേ. എന്തിനാണ്? 1400 കൊല്ലം മുമ്പ് പറഞ്ഞതായ കാര്യമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ട് കാണുന്നത്. എന്തിനാടോ ഹദീസ്, ഖുർആൻ പോരെ? ഇത് പറയാൻ പോകുന്നുണ്ട്. എപ്പോൾ? അരീക്കത്തിൻ്റെ മീതെ ഇരുന്നിട്ട്. ചിലപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അരീക്കത്ത് അത്ര ഇത് വ്യാപകമായി കാണുകയില്ല. റസൂലുള്ള പറഞ്ഞ ഈ കാലം ഉണ്ടല്ലോ, ഈ കാലത്തിൽ എല്ലാവരുടെ കൂടിയും അരീക്കത്താണ്. ഇത് പറയുന്നവർക്കൊക്കെ നന്നായി ഇരിക്കാനുള്ളതായ ഇരിപ്പിടമുണ്ട്. ആ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് അഹങ്കാരത്തിൽ പറയുന്ന പറച്ചലാണ്. ചേകന്നൂർ ഒരു ഭാഗത്ത്, അവൻ്റെ അനുയായികൾ മറ്റൊരു ഭാഗത്ത്, അങ്ങനെ ഓരോ വിഭാഗം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അവിടെ നിന്നൊക്കെ വിട്ടു. ഇപ്പോൾ വെള്ളമൂത്ത് മണ്ഡലി എന്ന് പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു? ഹദീസൊക്കെ പഠിക്കുന്നു, ഖുർആനൊക്കെ പഠിക്കുന്നു, അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പഠിക്കുന്നു, ശരിയായ തൗഹീദൊക്കെ ഉൾക്കൊള്ളും തീരുമാനിക്കുന്നു. കുറച്ച് മുമ്പോട്ടെത്തുമ്പോൾ എല്ലാ ഹദീസും പറ്റില്ല കേട്ടാ, കുറച്ചൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഈ താടിയൊക്കെ വെക്കാന്ന് പറഞ്ഞാൽ പഴഞ്ചനല്ല, അതൊക്കെ എങ്ങനെ സ്വീകരിക്കുക? അതൊക്കെ നമ്മൾക്ക് മാറ്റി വെക്കുക. അതല്ലാത്ത ബുദ്ധിക്ക് വെച്ച് സ്വീകരിക്കുക, പ്രവർത്തിക്കാൻ പറ്റുന്ന, പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന സ്വീകരിക്കുക. ഏത് സമയത്ത് പെണ്ണുങ്ങളെ പോലെ തന്നെ ആണുങ്ങളാവാന്നല്ലാതെ ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ വേറെയായി മാറുക, അത് ശരിയല്ല. അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നവരൊക്കെ ഉടലെടുക്കാൻ ആരംഭിച്ചു. അള്ളാഹു അവരെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. ഹദീസൊക്കെ സഹീഹ് തന്നെയാണ് ഇവിടെ ഓതപ്പെടുന്നത്, അതൊന്നും ബേജാറാവണ്ട. നമ്പറൊന്നും പറയാൻ സമയമില്ല. അപ്പോൾ ഇത്തിബാ എന്നത് പിൻപറ്റേണ്ടത് വത്തബിഅ സബീല മൻ അനാബ, വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് മടങ്ങിയവരുടെ പിന്നിൽ നിങ്ങൾ കൂടിക്കോ എന്നാണ് അല്ലാഹുവിന്റെ കൽപ്പന. വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് മടങ്ങിയവരാരുണ്ട്? പരിശോധിച്ച് നോക്കൂ, ആരാ മടങ്ങിയവർ? അള്ളാഹിലേക്ക് മടങ്ങിയവർ ആരാണ് നാം കണ്ടത്? ഈ ഉമ്മത്ത് മുഹമ്മദിൽ മക്ക ഇമാം ഉണർത്തിയ, മദീന ഇമാമി ഉണർത്തിയതായ ആ സലഫ് സാലിഹ്യങ്ങളായ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ, അവരാണ് അല്ലാഹുവിലേക്ക് മടങ്ങിയവർ. വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് മടങ്ങിയവരുടെ പിന്നിൽ, അവരുടെ റൂട്ടിൽ നിങ്ങൾ അണിനിരക്കൂ മുഅ്മിനീങ്ങളെ എന്ന് അല്ലാഹുവിന്റെ കൽപ്പന. ഖുർആനാണ് പറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ അവിടെ വരുന്ന 3 ഉഖ്താരുടെ പിന്നിലോ 5 ഉഖ്താരുടെ മറ്റേ ഖാദിയാനുകളുടെ പിന്നിലോ അല്ലെങ്കിൽ ബുദ്ധി പൂജകന്മാരുടെ പിന്നിലാണ് നടക്കാനല്ല. പിന്നെയോ വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് മടങ്ങിയവരുടെ പിന്നിൽ നിങ്ങൾ അണിനിരക്കുക. അതാണ് അള്ളാഹിന്റെ കൽപ്പന. ആരാണ് അള്ളാഹിന്റെ വഴിയുടെ പിന്നാലെ നടക്കുന്നവർ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബാക്കൾ, താബിഈങ്ങൾ, താബിഈങ്ങൾ, അവരെ അള്ളാഹ് ശിക്ഷിച്ച് തന്നെ ഈ മതത്തെ സംരക്ഷിക്കാൻ, അതുപോലെ വള്ളിക്കോ പുള്ളിക്കോ ചേഞ്ച് ഇല്ലാതെ നമ്മളിലേക്ക് എത്തിച്ചു തരാൻ, ചേഞ്ച് വരുത്താൻ വേണ്ടി പരിശ്രമിച്ച ഷിയാക്കളെ പോലോത്ത വിഭാഗങ്ങൾ, മുഅ്തസിലികളെ പോലോത്ത, ജഹ്മികളെ പോലോത്ത, മുഅത്തലിങ്ങളെ പോലോത്ത, അദ്വൈത സിദ്ധാന്തക്കാരായ ബാത്തിനിസത്തിന്റെ ഉടമകളെ പോലാത്ത വിഭാഗങ്ങളൊക്കെ ഉടലെടുത്തപ്പോൾ അവരിൽ നിന്നിട്ടൊക്കെ രക്ഷിച്ചു കൊണ്ടുവരാൻ ഉള്ളതായ വിഭാഗത്തെ അള്ളാഹു വാർത്തെടുത്തതുപോലെ, അള്ളാഹു വളർത്തിയതുപോലെ, അള്ളാഹു തിരഞ്ഞെടുത്തതുപോലെ ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നാം സാധാരണ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ക്ലാസ് മെമ്പറുടെ ഉമ്മയും അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ്റെ മാതാവും അതുപോലെ പലരും അസുഖമായി വീട്ടിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണ ആരോഗ്യം നൽകട്ടെ, പരിപൂർണ്ണ ആരോഗ്യം നൽകട്ടെ, പരിപൂർണ്ണ ആരോഗ്യം നൽകട്ടെ. പരിപൂർണ്ണ ആരോഗ്യത്തോടു കൂടി അവർക്കും നമുക്കും ഈ ഇസ്ലാമിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സേവനമനുഷ്ഠിക്കാൻ, അള്ളാഹുവിനെ അനുസരിച്ച്, റസൂലിനെ അനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ. അതുപോലെ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് കേരളത്തിൽ നിന്ന് എവിടുന്നോ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ക്ലാസ്സിൽ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ക്ലാസ്സിൽ വെച്ചിട്ട് മദീനയിൽ വെച്ചിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് അള്ളാഹു ഉത്തരം ചെയ്താലോ എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്ന പലരും ഇവിടെ എൻ്റെ ശബ്ദം നെറ്റിൽ കൂടി കേൾക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം രോഗികളാണെങ്കിൽ രോഗം മാറ്റിക്കൊടുക്കട്ടെ, പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ, കടമുള്ളവരാണെങ്കിൽ കടങ്ങൾ വീട്ടട്ടെ, മരണപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ. നാം ഇരിക്കുമ്പോൾ നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മാഫി ചെയ്തു തരുമാറാകട്ടെ. റിയാദ് ഇമാം സംസാരിച്ചതായ വഹദത്തുൽ ഉമ്മ എന്ന വിഷയം
ചർച്ച ചെയ്യാൻ ടൈമില്ല. അതുകൊണ്ട് ഞാൻ ഇനി നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആഗ്രഹമാണ് അവരുടെ ഉമ്മത്തുകൾ വർദ്ധിക്കണം പരലോകത്തിൽ എന്നത്. അതുകൊണ്ടാണ് മദീന ഇമാമ് പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിലേക്ക് അദാബും ഇഖാബുമില്ലാതെ 70,000 പേര് കടക്കുന്നതും റസൂലുള്ളാഹി ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഓരോ വ്യക്തിയുടെ കൂടെ വേറെ 70,000 വീതം പറയുകയും ചെയ്തു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين وانصرنا على القوم الكافرين اللهم انصر من نصر الدين وخذل من خذل الدين اللهم من أرادنا وأراد بلاد الحرمين وأراد قادة بلاد الحرمين سوءا اللهم فاشغله في نفسي اللهم اجعل تدميره يا رب العالمين نسألك كل ما سألك به عبدك ونبيك محمد صلى الله عليه وسلم ونسألك ونعوذ بك من كل ما استعاذك منه عبدك ونبيك محمد صلى الله عليه وسلم ونسألك الجنة وما قرب إليها من قول أو عمل ونعوذ بك من النار وما قرب إليها من قول أو عمل ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما ربنا آتنا ما وعدتنا على رسلك ولا تخزنا القيامة إنك لا تخلف الميعاد ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته